Hi all, welcome to Entry ACCA Financial Accounting Classes. എൻ്റെ പേര് അഞ്ജലി പീറ്റർ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മുടെ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ റിവിഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ ചാപ്റ്റർ 1ൻ്റെ സ്റ്റഡി ഹബ് ക്വസ്റ്റ്യൻ പ്രാക്ടീസിലേക്കാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാപ്റ്റർ 1ൻ്റെ റിവിഷൻ ക്ലാസ്സസ് കണ്ടിട്ടില്ലെങ്കിൽ ഓൾറെഡി ആ ഒരു വീഡിയോസ് കണ്ടിട്ട് ഇതിലേക്ക് വരിക. കാരണം നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇന്നത്തെ ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ സ്റ്റഡി ഹബ് ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് തന്നെ ഞാൻ സ്ക്രീൻഷോട്ടാണ് എടുത്തിട്ടുള്ളത്. ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് അങ്ങനെയായിരിക്കും. പക്ഷേ നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ എപ്പോഴും സ്റ്റഡി ഹബ് ലോഗിൻ ചെയ്തിട്ട് അതിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുക. അപ്പോഴായിരിക്കും നമ്മൾ ആ ഒരു എക്സാം അറ്റ്മോസ്ഫിയർ ആയിട്ട് കുറച്ചുകൂടെ ഫെമിലിയർ ആകുന്ന ആ ഒരു സിസ്റ്റമായിട്ട് കുറച്ചുകൂടെ ഫെമിലിയർ ആകുന്നതിന് ഈ ഒരു സ്റ്റഡി ഹബ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ആ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ ചെയ്യുന്നതാണ് എപ്പോഴും ബെറ്റർ. അപ്പോൾ അത് തന്നെ യൂസ് ചെയ്യാനായിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് സ്റ്റഡി ഹബ് ഓപ്പൺ ചെയ്താൽ അറിയാം അവിടെ ക്യൂസ് ഉണ്ടാകും, അതുപോലെ തന്നെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ 1ൻ്റെ ക്യൂസ് നോക്കാം, എന്നിട്ട് നമുക്ക് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഇതാണ്. There are a number of different statements within a set of financial statement. നമുക്കറിയാം ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ സെറ്റിൽ നമുക്ക് കുറച്ചധികം സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. Which of the following is least likely to be included within a set of financial statement? അപ്പോൾ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ ലീസ്റ്റ് ലൈക്ലി ടു ബി ഇൻക്ലൂഡഡ്, അതായത് ഇൻക്ലൂഡ് ചെയ്യാൻ ഏറ്റവും ചാൻസ് കുറവുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് എന്തായാലും നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടാകും. ദെൻ സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാഷ് ഫ്ലോസ് എന്തായാലും ഈ ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ സെറ്റിൽ ഉണ്ടാകും. ദെൻ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷനും എന്തായാലും ഇതിലുണ്ടാകും, നമ്മുടെ ഒരു സെറ്റ് ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ ഉണ്ടാകും. പക്ഷേ സ്റ്റേറ്റ്മെന്റ് ഓഫ് കീ ബിസിനസ് റേഷ്യോസ്, ഈ ഒരു ബിസിനസ് റേഷ്യോസ് എന്തിൽ വരുന്നുണ്ടോ? നമ്മുടെ സെറ്റ് ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ വരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ബിസിനസ് റേഷ്യോസ് ആണ് നമുക്ക് എന്ത് ഇൻക്ലൂഡ് ചെയ്യാൻ ചാൻസ് ഏറ്റവും കുറവുള്ള, ലീസ്റ്റ് ലൈക്ലി ടു ബി ഇൻക്ലൂഡഡ്. ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ഏറ്റവും ചാൻസ് ഉള്ളത് ഏതാണ്? ഏറ്റവും ചാൻസ് കുറവുള്ളത് ഏതാണ്? സ്റ്റേറ്റ്മെന്റ് ഓഫ് കീ ബിസിനസ് റേഷ്യോസ് ആണ്. സോ ഏതായിരിക്കും നമ്മുടെ ആൻസർ വരുന്നത്? ഏതായിരിക്കും? ഓപ്ഷൻ സി ആണ് ഇത് ആൻസർ വരുന്നത്. ഓക്കെ അല്ലേ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഇതാണ്. ഹൗ എ ബിസിനസ് ഓപ്പറേറ്റ്സ് വിൽ ഡിറ്റർമൈൻ ദ ലീഗൽ ഫ്രെയിംവർക്ക് ഇറ്റ് ഫേസസ് ആൻഡ് ദ സോഴ്സ് ഓഫ് ഫണ്ട് ഇറ്റ് ക്യാൻ ആക്സസ്. അപ്പോൾ ഒരു കമ്പനി വർക്ക് ചെയ്യുന്നത് അതിൻ്റെ ഓപ്പറേഷൻസ് റൺ ചെയ്യുന്നത് അതിൻ്റെ ലീഗൽ ഫ്രെയിംവർക്കിനെ ബേസ് ചെയ്തിട്ടും അതുപോലെ എന്തോരം ഫണ്ട് ഇതിന് ആക്സസ് ചെയ്യാൻ പറ്റും ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ദെൻ വിച്ച് ഓഫ് ദി ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫോൾസ്? ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് നമുക്ക് ഫോൾസ് ആയിട്ട് വരുന്നത് അല്ലെങ്കിൽ തെറ്റായിട്ടുള്ളതെന്നാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്. എ ബിസിനസ് മേ ഓപ്പറേറ്റ് ആസ് എ ലിമിറ്റഡ് കമ്പനി റാദർ ദാൻ ആസ് എ സോൾ ട്രേഡർ ഫോർ ടാക്സ് റീസൺസ്. ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിന് ഒരു സോൾ ട്രേഡർ ആയിട്ട് രജിസ്റ്റർ ചെയ്യുന്നതിന് പകരം അല്ലെങ്കിൽ കമ്പനി സോൾ ട്രേഡർ ആയിട്ട് ബിസിനസ് റൺ ചെയ്യുന്നതിന് പകരം ഒരു ലിമിറ്റഡ് കമ്പനി ആയിട്ട് റൺ ചെയ്യാം ഫോർ ടാക്സ് റീസൺ. കാരണം ഒരു സോൾ ട്രേഡറുടെ കേസിൽ ഓണർ തന്നെയായിരിക്കും, ഓണറുടെ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്ന കൂടെ ആയിരിക്കും നമുക്ക് ടാക്സ് ഫയലിങ്സ് കാര്യങ്ങൾ വരിക. പക്ഷേ ലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ കമ്പനിക്ക് നമുക്ക് സെപ്പറേറ്റ് ടാക്സ് ഫയലിങ്സ് കാര്യങ്ങളായിരിക്കും വരിക. സോ ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് എന്താണ്? ട്രൂ ആണ് വരുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ട്രൂ ആണ് വരുന്നത്, ഫോൾസ് അല്ല. ദെൻ നെക്സ്റ്റ്, എ പാർട്ട്ണർഷിപ്പ് ക്യാൻ ഓൺലി ബി ഫോംഡ് ഇഫ് എ പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റ് ഈസ് ഡ്രോൺ അപ്പ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പാർട്ട്ണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ പാർട്ട്നേഴ്സ് തമ്മിലുള്ള ഒരു എഗ്രിമെൻറ്റ് ഉണ്ടായിരിക്കും, ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡ് ഉണ്ടായിരിക്കും. പക്ഷേ ഇത് മാൻഡേറ്ററി ആണോ? ഇല്ല, ഇത് ഓപ്ഷണൽ ആണ്, വേണമെങ്കിൽ മതി. ഇനി ഒരു പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റ് ഇല്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ഒരു പാർട്ട്ണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാം. അതുകൊണ്ട് ഓൺലി ബി ഫോംഡ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് ഉണ്ടെങ്കിൽ മാത്രമേ പാർട്ട്ണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നില്ല. പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റ് ഇല്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. സോ ഓപ്ഷൻ ബി എന്താണ്? നമുക്ക് ഫോൾസ് ആണ് വരുന്നത്. കാരണം പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റ് ഇല്ലെങ്കിലും നമുക്കൊരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ദെൻ നെക്സ്റ്റ്, എ ലിമിറ്റഡ് കമ്പനി നോട്ട് ഇറ്റ്സ് ഷെയർ ഹോൾഡേഴ്സ് ഹാസ് ലീഗൽ ഓണർഷിപ്പ് ഓഫ് ഇറ്റ്സ് ഓൺ അസെറ്റ്. ഒരു ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനിയുടെ കേസിൽ അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിനല്ല, ആ ഒരു കമ്പനി തന്നെയായിരിക്കും എന്ത് ആ ഒരു കമ്പനിയുടെ അസറ്റിൻ്റെ ഓണർ വരുന്നത്. ലീഗലി നോക്കുകയാണെങ്കിൽ ഒരു കമ്പനി ഒരു അസറ്റ് പർച്ചേസ് ചെയ്തെങ്കിൽ അത് ആ കമ്പനിയുടെ അസറ്റാണ്, ആരുടെ അല്ല? ഷെയർ ഹോൾഡേഴ്സിൻ്റെ അല്ല. സോ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ് വരുന്നത്. ദെൻ നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത് എന്താണ്? സോൾ ട്രേഡേഴ്സ് ഓഫ്റ്റൻ യൂസ് ബാങ്ക് ഓവർഡ്രാഫ്റ്റ് ആസ് എ സിഗ്നിഫിക്കൻറ്റ് സോഴ്സ് ഓഫ് ഫൈനാൻസ്. സോൾ ട്രേഡേഴ്സിൻ്റെ കേസിൽ അവർക്ക് ഫണ്ട് റേസ് ചെയ്യാനായിട്ട് ബാങ്കിൽ നിന്നുള്ള ഓവർ ഡ്രാഫ്റ്റ് യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ്. യെസ്, സോൾ ട്രേഡർ ബിസിനസ്സിൻ്റെ കേസിൽ അവർ ബാങ്കിൽ നിന്ന് ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി എടുക്കാറുണ്ട്, അത് യൂസ് ചെയ്യാറുണ്ട്. സോ ഡി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റും നമുക്ക് എന്താണ്? ട്രൂ ആണ് വരുന്നത്. സോ നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യനിൽ ചോദിച്ചത് ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഫോൾസ് എന്നാണ്. ഏതാണ് നമുക്ക് ഫോൾസ് വരുന്നത്? ഓപ്ഷൻ ബി ആണെന്ത് ഫോൾസ് ആയിട്ട് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ്.
ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഇതാണ്. Naima is a sole trader who runs a grocery business. Which of the following is most likely to be interested in Naima's financial statement? നൈമ ഒരു സോൾ ട്രേഡർ ബിസിനസ് റൺ ചെയ്യുകയാണ്. ഒരു ചെറിയ ഗ്രോസറി ഷോപ്പാണ് ആൾ റൺ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഗ്രോസറി ഷോപ്പിൻ്റെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ മോസ്റ്റ് ലൈക്ലി ടു ബി ഏറ്റവും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളാരായിരിക്കും? നൈമാസ് ഓഡിറ്റേഴ്സ്. സോൾ ട്രേഡർ ആണ്, നമുക്ക് ഓഡിറ്റ് വരാനുള്ള ചാൻസ് അവിടെ ഉണ്ടാവില്ല, ചാൻസ് കുറവാണ്. സോ എന്തല്ല, ഓഡിറ്റേഴ്സ് ആയിരിക്കില്ല. ദെൻ നെക്സ്റ്റ് നൈമാസ് ഷെയർ ഹോൾഡേഴ്സ്. സോൾ ട്രേഡറിന് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടോ? കമ്പനീൻ്റെ കേസിലല്ലേ. സോ ഓപ്ഷൻ ഡിയും അല്ല. ദെൻ നെക്സ്റ്റ് രണ്ട് ഓപ്ഷൻ നൈമയുടെ കസ്റ്റമേഴ്സും ബാങ്ക് മാനേജറും. ആരായിരിക്കും? ആ ഗ്രോസറി ഷോപ്പിൽ സാധനം വാങ്ങാൻ വരുന്ന കസ്റ്റമേഴ്സിന് ഈ ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് P&L ബാലൻസ് ഷീറ്റും കണ്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല, അവർക്ക് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. പക്ഷേ ബാങ്ക് മാനേജർക്കോ, ഈ ബാങ്ക് മാനേജർ മേ ബി നൈമയ്ക്ക് ബാങ്ക് ലോൺ കൊടുത്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഒരു ഓവർ ഡ്രാഫ്റ്റ് കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ ഇതിൻ്റെ ഇൻട്രസ്റ്റ് തിരിച്ചടയ്ക്കാനുള്ള ഫണ്ട് ആൾക്കുണ്ടോ, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ എമൗണ്ട് തിരിച്ചടയ്ക്കാനുള്ള ഫണ്ടുണ്ടോ, അല്ലെങ്കിൽ നാളെ ഇയാൾക്കൊരു ലോൺ കൊടുത്താൽ തിരിച്ച് കിട്ടുമോ, ഇതൊക്കെ അറിയാനായിട്ട് ആൾ ഇൻട്രസ്റ്റഡ് ആയിരിക്കും. ബാങ്ക് മാനേജർ ഇൻട്രസ്റ്റഡ് ആയിരിക്കും, പക്ഷേ കസ്റ്റമേഴ്സിന് അത്ര ഇൻട്രസ്റ്റ് ഉണ്ടാവണമെന്നില്ല. സോ ആരായിരിക്കും മോസ്റ്റ് ലൈക്ലി ടു ബി ഇൻട്രസ്റ്റഡ് ഇൻ നൈമാസ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്? ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള പാർട്ടി ആരായിരിക്കും? നമ്മുടെ ബാങ്ക് മാനേജർ ആയിരിക്കും. അതായത് ഓപ്ഷൻ സി ആയിരിക്കും നമുക്ക് എന്ത് ആൻസർ വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഇതാണ്. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് നോട്ട് എ കമ്പോണൻറ്റ് ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്? ഇതിൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കമ്പോണൻ്റ് അല്ലാത്ത, അല്ലെങ്കിൽ ആ ഒരു സെറ്റ് ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യില്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ആൻഡ് അതർ കോംപ്രഹെൻസീവ് ഇൻകം. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഇൻക്ലൂഡ് ചെയ്യും. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി, യെസ്, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യും. എ ക്യാഷ് ഫ്ലോ ഫോർകാസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യുമോ? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഇൻക്ലൂഡ് ചെയ്യും. ദെൻ എന്താണ് ഈ ക്യാഷ് ഫ്ലോ ഫോർകാസ്റ്റ് മീൻസ് ഫ്യൂച്ചർ ആണ്. അതായത് അടുത്ത വർഷങ്ങളിലെ ക്യാഷ് ഫ്ലോ എന്തായിരിക്കും എന്ന് പ്രഡിക്റ്റ് ചെയ്യുന്ന ഒരു ക്യാഷ് ഫ്ലോ ഫോർകാസ്റ്റ് എന്ന് പറയുന്നത് എന്തിൽ വരില്ല? ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ വരില്ല. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ആണെങ്കിൽ എന്ത് വരും? ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ വരും. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും ക്യാഷ് ഫ്ലോ ഫോർകാസ്റ്റും രണ്ടാണ്. ഫോർകാസ്റ്റ് മീൻസ് നമ്മുടെ അടുത്ത വർഷങ്ങളിലെ ക്യാഷ് ഫ്ലോ എങ്ങനെയായിരിക്കും, ആ ഒരു ബഡ്ജറ്റ് ആണ്, അല്ലെങ്കിൽ ആ ഒരു പ്രഡിക്ഷൻസ് ആണ് എന്തിൽ വരിക? ക്യാഷ് ഫ്ലോ ഫോർകാസ്റ്റിൽ വരിക. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്ന എന്താണ്? കഴിഞ്ഞ പീരീഡിലെ ക്യാഷിൻ്റെ ഇൻഫ്ലോ അല്ലെങ്കിൽ ഔട്ട്ഫ്ലോ, അല്ലെങ്കിൽ ക്യാഷ് റിസീപ്റ്റും ക്യാഷ് പേയ്മെൻറ്റ്സുമാണ്. ഇതെന്തല്ല? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് അല്ല, ഫോർകാസ്റ്റ് ആണ്. അതുകൊണ്ട് എന്തിൽ വരില്ല? ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ദെൻ അക്കൗണ്ടിങ് പോളിസീസ് ആൻഡ് എക്സ്പ്ലനേറ്ററി നോട്ട്സ്. യെസ്, നോട്ട്സ് വരും. അതിൽ നമ്മൾ ഫോളോ ചെയ്തിരിക്കുന്ന അക്കൗണ്ടിങ് പോളിസീസ്, അതുപോലെ എക്സ്പ്ലനേഷൻസ് ഒക്കെ എന്തിൻ്റെ പാർട്ടാണ്? ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പാർട്ടാണ്. നോട്ട്സ് എന്തിൻ്റെ പാർട്ടാണ്? ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഇൻക്ലൂഡ് ചെയ്യും. പക്ഷേ എന്ത് ഇൻക്ലൂഡ് ചെയ്യില്ല? ക്യാഷ് ഫ്ലോ ഫോർകാസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യില്ല. സോ നോട്ട് എ കമ്പോണൻറ്റ് വരുന്നത് ഏതായിരിക്കും? ഓപ്ഷൻ സി ആയിരിക്കും നമുക്ക് ആൻസർ വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഇതാണ്. വിച്ച് ഓഫ് ദി ഫോളോവിങ് യൂസേഴ്സ് ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഹാസ് ലീസ്റ്റ് നീഡ് ഓഫ് പബ്ലിഷ് ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ? നമുക്ക് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ കുറച്ച് യൂസേഴ്സിനെ തന്നിട്ടുണ്ട്. ഇതിൽ പബ്ലിഷ്ഡ് ഫൈനാൻഷ്യൽ ഇൻഫർമേഷന് ഏറ്റവും കുറവ് ആവശ്യമുള്ളത്, ലീസ്റ്റ് നീഡാണ് ചോദിച്ചത്. ഏറ്റവും കുറവ് ഈ ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പബ്ലിഷ്ഡ്, ആ ഒരു ടേം നോട്ട് ചെയ്യുക. പബ്ലിഷ് ചെയ്തിട്ടുള്ള ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഏറ്റവും കുറവ് ആവശ്യമുള്ള, അല്ലെങ്കിൽ വലിയ ആവശ്യമില്ലാത്ത ആളാരാണ്, അല്ലെങ്കിൽ ഏറ്റവും കുറവ് ആവശ്യമുള്ള ആളാരാണ്? ആരായിരിക്കും? പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ദെയർ അഡ്വൈസേഴ്സ്. നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരും അവരുടെ അഡ്വൈസേഴ്സും ആണോ? അത് ഡയറക്ടേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റിനാണോ? അല്ലെങ്കിൽ എംപ്ലോയീസിനും അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സിനും ആണോ? അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനും സപ്ലയേഴ്സിനും ആയിരുന്നോ? ആർക്കായിരിക്കും പബ്ലിഷ് ചെയ്തിട്ടുള്ള ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ ഏറ്റവും കുറവ് ആവശ്യമുള്ളത്? ഈ ഒരു കേസിൽ നമ്മുടെ പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിലും അഡ്വൈസേഴ്സ് ആണെങ്കിലും എംപ്ലോയീസ് ആണെങ്കിലും അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സ്, കസ്റ്റമേഴ്സ്, സപ്ലയേഴ്സ്, ഇവർക്കൊക്കെ എപ്പോഴാണ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് കിട്ടുക? പബ്ലിഷ് ചെയ്ത ശേഷം മാത്രമേ കിട്ടുന്നുള്ളൂ. പബ്ലിഷ് ചെയ്തിട്ടുള്ള ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻസ് ഇവർക്ക് കിട്ടത്തുള്ളൂ. പക്ഷേ ഈ ഡയറക്ടേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റിന് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇൻഫർമേഷൻസ് കിട്ടണമെങ്കിൽ ഇത് പബ്ലിഷ് ചെയ്യണോ? വേണ്ട. കാരണം ഇവരാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പേ ഈ സാധനം ആരുടെ കയ്യിലുണ്ട്? ഡയറക്ടേഴ്സിൻ്റെയും മാനേജേഴ്സിൻ്റെയും കയ്യിലുണ്ട്. അപ്പോൾ പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പേ ആരുടെ കയ്യിലുണ്ട്? ഡയറക്ടേഴ്സിൻ്റെയും മാനേജ്മെൻറ്റിൻ്റെയും കയ്യിലുണ്ട്. അതുകൊണ്ട് ഇവർക്ക് എന്തിൻ്റെ ആവശ്യമില്ല?
പബ്ലിഷ് ചെയ്ത പബ്ലിഷ്ഡ് ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ ഇവർക്ക് ആവശ്യമില്ല. പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ കംപ്ലീറ്റ് ആക്സസ് ഇവർക്കുണ്ട്, ഇവരാണ് പബ്ലിഷ് ചെയ്യുന്നത്. സോ ലീസ്റ്റ് നീഡ് ഗ്രൂപ്പ് ആരായിരിക്കും വരുന്നത്? നമ്മുടെ ഡയറക്ടേഴ്സ് ആൻഡ് മാനേജ്മെൻ്റ് ആണ്. ബാക്കി എല്ലാ യൂസേഴ്സിനും ഈ ഒരു ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻസ് പബ്ലിക്ലി പബ്ലിഷ് ചെയ്താൽ മാത്രമേ അവൈലബിൾ ആകത്തുള്ളൂ. പക്ഷേ ഡയറക്ടേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റിൻ്റെ കേസിൽ വരുമ്പോൾ അവർക്ക് ഓൾറെഡി ആ ഒരു ഇൻഫർമേഷൻ അവൈലബിൾ ആണ്. സോ പബ്ലിഷ്ഡ് ഇൻഫർമേഷൻ്റെ ആവശ്യം അവർക്കില്ല, ഓൾറെഡി അത് കയ്യിലുണ്ട്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഇതാണ്. A business prepare a statement of financial position at end of each accounting period. ഓരോ അക്കൗണ്ടിങ് പീരീഡ് എൻഡ് ചെയ്യുമ്പോഴും ബിസിനസ് എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ആർ ദി ഫോളോവിങ് ഡിസ്ക്രിപ്ഷൻസ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷൻ ട്രൂ ഓർ ഫോൾസ്? അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. എന്താ ഇത്, ട്രൂ ആണോ ഫോൾസ് ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷൻ? നമ്മുടെ ബാലൻസ് ഷീറ്റ് തന്നെയാണ്. ഒരു അക്കൗണ്ടിങ് പീരീഡ് എൻഡ് ചെയ്യുമ്പോൾ ആ എൻഡ് ചെയ്യുന്ന ഡേറ്റിലെ ബിസിനസ്സിൻ്റെ അസറ്റ്സിൻ്റെയും ലയബിലിറ്റീസിൻ്റെയും ക്യാപിറ്റലിൻ്റെയും സമ്മറിയാണെന്ത്? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷൻ. ഓക്കെ, നമുക്ക് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്സിലേക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷൻ ഈസ് പ്രിപ്പയർഡ് ടു റിഫ്ലക്ട് ദി പൊസിഷൻ ഓഫ് ദി ബിസിനസ് ഓൺ എ പെർട്ടിക്കുലർ ഡേ. ഒരു പെർട്ടിക്കുലർ ഡേയിലെ ബിസിനസ്സിൻ്റെ ഫൈനാൻഷ്യൽ പൊസിഷൻ എന്താണെന്ന് കാണിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണെന്ത്? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷൻ. സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണോ? യെസ്. ഒരു അക്കൗണ്ടിങ് പീരീഡിൻ്റെ എൻഡ് ചെയ്യുന്ന ഡേറ്റിൽ അല്ലെങ്കിൽ ആ ഒരു ദിവസത്തെ ബിസിനസ്സിൻ്റെ പൊസിഷൻ എന്താണ് അത് കാണിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണെന്ത്? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷൻ. സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ട്രൂ ആണ് വരുന്നത്. ദെൻ നെക്സ്റ്റ്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷൻ റെക്കോർഡ് ദ ഇൻകം ആൻഡ് എക്സ്പെൻസ് ഓഫ് ദ ബിസിനസ്. ഇൻകം എക്സ്പെൻസും റെക്കോർഡ് ചെയ്യുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷനിലാണോ? ഇല്ല, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിലാണ്. സോ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഫോൾസ് ആണ് വരുന്നത്. ദെൻ നെക്സ്റ്റ്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷൻ റെക്കോർഡ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ദ ഓണർ ഓഫ് ദ ബിസിനസ്. ഒരു ഓണർക്ക് ബിസിനസ്സിൽ എന്തോരം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷനിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. യെസ്, ഓണർ ഇൻവെസ്റ്റ് ചെയ്ത ആ ഒരു എമൗണ്ട് ആണ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഇക്വിറ്റി. ഇത് എന്തിൽ കാണിക്കുന്നുണ്ട്? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷനിൽ നമ്മൾ ഷോ ചെയ്യുന്നുണ്ട്. സോ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ട്രൂ ആണ് വരുന്നത്. ദെൻ നെക്സ്റ്റ്, ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷൻ ഷോസ് അസറ്റ്സ് ഓഫ് ദ ബിസിനസ് ആൻഡ് ഹൗ ദേ ആർ ഫൈനാൻസ്ഡ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷനിൽ ഒരു ബിസിനസ്സിൻ്റെ അസറ്റ് എന്താണെന്നും അതുപോലെ ഈ ഒരു അസറ്റ് എങ്ങനെയാണ് ഫൈനാൻസ് ചെയ്തിരിക്കുന്നത്, അതായത് അസറ്റ് പർച്ചേസ് ചെയ്യാനുള്ള ഫണ്ട് എവിടെ നിന്നാണ് കിട്ടിയത് എന്നും കാണിക്കുന്നുണ്ട്. അസറ്റ് കാണിക്കുന്നില്ലേ? അസറ്റ് കാണിക്കുന്നുണ്ട്. ഇനി അസറ്റ് പർച്ചേസ് ചെയ്യാനുള്ള ഫൈനാൻസ് എവിടെ നിന്നാണെന്ന് കാണിക്കുന്നില്ലേ? യെസ്, അസറ്റ് പർച്ചേസ് ചെയ്യുന്ന നമുക്ക് രണ്ട് രീതിയിലുള്ള ഫണ്ട് റേസ് ചെയ്യുന്ന, ഒന്നല്ലെങ്കിൽ ഓണർ കൊണ്ടുവരുന്ന ക്യാപിറ്റൽ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലയബിലിറ്റീസ് ആയിരിക്കും. അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? അസറ്റ് ഫണ്ട് ചെയ്യുന്നത്. സോ അസറ്റ്സും അതിനാവശ്യമായിട്ടുള്ള ഫൈനാൻസും കറക്റ്റായിട്ട് ഷോ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണിത്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷൻ. സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ട്രൂ ആണ്. സോ ഫസ്റ്റ്, തേർഡ്, ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് ട്രൂ ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരിക്കും വരുന്നത്? സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണ് വരുന്നത്. ദെൻ നെക്സ്റ്റ്, നമ്മൾ ക്വിസ് 5 കംപ്ലീറ്റ് ചെയ്തു. ദെൻ നെക്സ്റ്റ് നമുക്ക് പ്രാക്ടീസ് ക്വസ്റ്റ്യൻ. കഴിഞ്ഞ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തതും പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്ന പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഓഫ് ദി ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് എബൌട്ട് സോൾ ട്രേഡർ ഈസ് ട്രൂ? സോൾ ട്രേഡർ ബിസിനസ്സുമായിട്ട് കണക്ട് ചെയ്തിട്ട് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് ട്രൂ എന്നാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ്, സോൾ ട്രേഡേഴ്സ് ക്യാൻ വോട്ട് ദംസെൽഫ് എ ഡിവിഡൻഡ് ആസ് ഫോം ഓഫ് പേയ്മെൻറ്റ്. സോൾ ട്രേഡറുടെ കേസിലേക്ക് ഡിവിഡൻഡ് എന്നുള്ള കോൺസെപ്റ്റേ വരുന്നുണ്ടോ? ഇല്ല, ഡിവിഡൻഡ് ഒക്കെ ആർക്കേ വരുന്നുള്ളൂ? ഡിവിഡൻഡ്, ഇക്വിറ്റി, ഷെയർ ഹോൾഡേഴ്സ്, ഈ ടേം ഒക്കെ ആരുടെ കേസിൽ മാത്രമേ വരുന്നുള്ളൂ? കമ്പനിയുടെ കേസിലേ വരുന്നുള്ളൂ. സോ സോൾ ട്രേഡർക്ക് ഡിവിഡൻഡിന് വേണ്ടിയിട്ട് വോട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഫോൾസ് ആണ്. ദെൻ നെക്സ്റ്റ്, ദർ ഇസ് എ സെപ്പറേറ്റ് ലീഗൽ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഓണേഴ്സ് അസറ്റ് ആൻഡ് ബിസിനസ് അസറ്റ്. സോൾ ട്രേഡർ ബിസിനസിൻ്റെ കേസിൽ ഇങ്ങനൊരു ലീഗൽ സെപ്പറേഷൻ ഉണ്ടോ? ഓണറുടെ അസറ്റ് വേറെ, ബിസിനസ്സിൻ്റെ അസറ്റ് വേറെ, ആ ഒരു സെപ്പറേഷൻ ഉണ്ടോ? ഇല്ല. ലീഗൽ പോയിന്റ് ഓഫ് വ്യൂവിൽ ഓണറും ബിസിനസ്സും ഇവിടെ സെയിം ആണ്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഫോൾസ് ആണ് വരുന്നത്. ദെൻ ദ ബിസിനസ് ക്യാൻ ബി സോൾഡ് ആസ് എ ഗോയിങ് കൺസേൺ ബൈ ഇറ്റ്സ് ഓണർ. സോൾ ട്രേഡർ ബിസിനസ് നമുക്ക് വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്തു പോകുന്ന ഒരു ഗോയിങ് കൺസേൺ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? സെല്ല് ചെയ്യാനായിട്ട് പറ്റും. സോ ഓണർക്ക് സെല്ല് ചെയ്യാം, ആസ് എ ഗോയിങ് കൺസേൺ ആയിട്ട് തന്നെ സെല്ല് ചെയ്യാം. അതിൽ ഇഷ്യൂസ് ഒന്നുമില്ല. സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. ദെൻ സോൾ ട്രേഡർ ക്യാനോട്ട് എംപ്ലോയ് എനിവൺ എൽസ് ടു ഡു സം വർക്ക്. സോൾ ട്രേഡർ ബിസിനസ്സിൽ നമ്മൾ എംപ്ലോയീസിനെ ആരെയും അപ്പോയിൻറ്റ് ചെയ്യാൻ പാടില്ല എന്നുണ്ടോ? ഇല്ല. നമ്മൾ മെയിൻ ഓണർ ഒരാളെ ഉണ്ടാവുള്ളൂ, പക്ഷെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇവിടെ എംപ്ലോയീസ് കാര്യങ്ങൾ ഉണ്ടാകും. സോ എംപ്ലോയീസിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. സോ നമുക്ക് ഈ ഒരു സി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ട്രൂ വരുന്നത്. ബാക്കിയെല്ലാം നമുക്ക് എന്തായിരിക്കും? ഫോൾസ് ആണ്
വരുന്നത്. സോ കറക്റ്റ് ആൻസർ സി ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഇതാണ്. ഐഡന്റിഫൈ വിച്ച് ഓഫ് ദി ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ അഡ്വാൻറ്റേജസ് ആൻഡ് വിച്ച് ആർ ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ബീയിങ് ഇൻ എ പാർട്ട്ണർഷിപ്പ് കമ്പയർഡ് വിത്ത് സെറ്റിംഗ് അപ്പ് എ ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി. നമ്മളൊരു ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനിക്ക് പകരം ഒരു പാർട്ട്ണർഷിപ്പായിട്ടൊരു ബിസിനസ് രജിസ്റ്റർ ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ കമ്പയർ ചെയ്യുമ്പോൾ, അതായത് കമ്പനിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ പറയുന്ന ഫീച്ചേഴ്സ്, നമുക്ക് കുറച്ച് ഫീച്ചേഴ്സ് തന്നിട്ടുണ്ട്. ഇത് പാർട്ട്ണർഷിപ്പിന് അഡ്വാൻറ്റേജ് ആണോ അതെയോ ഡിസ്അഡ്വാൻറ്റേജ് ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ്, ലെസ് റെഗുലേഷൻ ആൻഡ് ഗവേണൻസ് റൂൾസ് ടു ഫോളോ. നമ്മൾ കമ്പനിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പാർട്ട്ണർഷിപ്പിന് എന്താണ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കുറവാണ്. ഇത് അഡ്വാൻറ്റേജ് ആണോ ഡിസ്അഡ്വാൻറ്റേജ് ആണോ? കുറച്ച് റൂൾസ് ഫോളോ ചെയ്താൽ മതി. എന്താണ് അഡ്വാൻറ്റേജ് അല്ലേ വരുന്നത്? ഇതെന്താണ് അഡ്വാൻറ്റേജ് ആണ് വരുന്നത്. അപ്പോൾ പാർട്ട്ണർഷിപ്പ് കമ്പനിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പാർട്ട്ണർഷിപ്പിൻ്റെ കേസിൽ നമുക്ക് എന്തേ ഉള്ളൂ, കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്താൽ മതി. സോ എന്താണ് അഡ്വാൻറ്റേജ് ആണ് വരുന്നത്. ദെൻ നെക്സ്റ്റ്, പാർട്ട്നേഴ്സ് ആർ ജോയിൻലി ആൻഡ് സെവർലി ലയബിൾ. പാർട്ട്ണർഷിപ്പിൻ്റെ ലയബിലിറ്റി എങ്ങനെയാണ്? ജോയിൻറ്റ് ലയബിലിറ്റി ആണ്. അതായത് ഏതെങ്കിലും ഒരു പാർട്ട്ണർ ചെയ്യുന്ന മിസ്റ്റേക്കിന് എല്ലാ പാർട്ട്നേഴ്സും ലയബിൾ ആണ്. പക്ഷേ കമ്പനിയുടെ കേസിലാണെങ്കിൽ എന്താണ്, ഷെയർ ഹോൾഡേഴ്സ് എത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു അതിന് മാത്രമേ അവർക്ക് ലയബിലിറ്റി ഉള്ളൂ. സോ ഈ ഒരു ഫീച്ചർ, ഈ ഒരു അൺലിമിറ്റഡ് ലയബിലിറ്റി ഫീച്ചർ എന്ന് പറയുന്ന അഡ്വാൻറ്റേജ് ആണോ? ഇല്ല, ഡിസ്അഡ്വാൻറ്റേജ് ആണ്. എന്തെങ്കിലും ഒരു കേസ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, വീട്ടിൽ നിന്ന് ഇതിൻ്റെ ക്യാഷ് എടുത്ത് കൊടുക്കേണ്ടി വരും. സോ എന്താണ് ഡിസ്അഡ്വാൻറ്റേജ് ആണ് എന്ത് നമുക്ക് വരുന്നത്, ഡിസ്അഡ്വാൻറ്റേജ് ആണ് വരുന്നത്. ദെൻ നെക്സ്റ്റ്, നോ പെർപെച്വൽ സക്സഷൻ. പെർപെച്വൽ സക്സഷൻ മീൻസ് നമുക്കിത് കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കാനായിട്ട് പറ്റും. കമ്പനീൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഷെയർ ഹോൾഡേഴ്സിന് എന്തെങ്കിലും പറ്റിയാലും ഷെയർസിലാണ് ഓണർഷിപ്പ് ഡിഫൈൻ ചെയ്യുന്നത്. ആ ഒരു കമ്പനിക്ക് അവിടെ ഒന്നും സംഭവിക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ ഒരു പാർട്ട്ണർഷിപ്പിൻ്റെ കേസാണെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ട്ണറുടെ ഡെത്ത് വന്നു, അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ ഇൻസോൾവെൻ്റ് ആയി, അങ്ങനെയുള്ള കേസസ് വരുമ്പോൾ നമുക്ക് വേറെ അവിടെ എഗ്രിമെൻറ്റ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ ആ ഒരു പാർട്ട്ണർഷിപ്പ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യേണ്ടതായിട്ട്, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പിൻ്റെ ഡിസൊല്യൂഷൻ നടക്കും, അതായത് പാർട്ട്ണർഷിപ്പ് സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. നമുക്കിത് കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് പറ്റത്തില്ല, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ബിസിനസ് ഇനി കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ആ ഒരു ഫീച്ചർ എന്താണ്, അഡ്വാൻറ്റേജ് ആണോ ഡിസ്അഡ്വാൻറ്റേജ് ആണോ? എന്താണ് പാർട്ട്ണർഷിപ്പിൻ്റെ ഡിസ്അഡ്വാൻറ്റേജ് ആണ്. ഏതെങ്കിലും ഒരു പാർട്ട്ണർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാൽ പാർട്ട്ണർഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. എന്താണ് ഡിസ്അഡ്വാൻറ്റേജ് ആണ് വരുന്നത്. ദെൻ നെക്സ്റ്റ്, ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ ഈസ് ഗിവൺ ഓൺലി ടു ടാക്സ് അതോറിറ്റീസ് ആൻഡ് ലെൻഡേഴ്സ്. അപ്പോൾ കമ്പനിയുടെ കേസിലാണെങ്കിൽ നമ്മളിത് പബ്ലിക്കിന് പബ്ലിഷ് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എല്ലാവർക്കും വ്യൂ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഒരു പാർട്ട്ണർഷിപ്പിൻ്റെ കേസിൽ നമ്മളത് ടാക്സ് അതോറിറ്റീസിനും ഗവൺമെൻറ്റിനും അതുപോലെയുള്ള ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ലെൻഡേഴ്സിന്, ഇത്രയും പേർക്ക് നമ്മൾ കൊടുക്കേണ്ടി വരും. ഇതെന്താണ് അഡ്വാൻറ്റേജ് ആണ്. കാരണം എന്താണ്, നമുക്ക് അവിടെ ഒരു പ്രൈവസി കിട്ടുന്നുണ്ട്. നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇപ്പോൾ കോമ്പറ്റീറ്റേഴ്സിന് കാര്യങ്ങൾക്കൊന്നും വ്യൂ ചെയ്യാൻ പറ്റില്ല. പക്ഷേ കമ്പനിയുടെ കേസിലാണെങ്കിൽ ഇത് എല്ലാവർക്കും ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. സോ ഈ ഒരു ഫീച്ചർ എന്താണ് അഡ്വാൻറ്റേജ് ആണ്. നമ്മളിത് പബ്ലിക്കലി പബ്ലിഷ് ചെയ്യേണ്ടതായിട്ട് വരത്തില്ല. സോ ഫസ്റ്റ് ആൻഡ് ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് അഡ്വാൻറ്റേജും സെക്കൻഡ് ആൻഡ് തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ഡിസ്അഡ്വാൻറ്റേജുമാണ് വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഇതാണ്. Which two of the following statements might be used to define the term of financial reporting? ഇതിൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? എന്തായിരുന്നു ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ്? നമ്മൾ ബിസിനസ്സിൽ നടക്കുന്ന മോണിറ്ററി വാല്യൂ ഉള്ള ട്രാൻസാക്ഷൻസ് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യുന്നു. ദെൻ അതിനെ ക്ലാസിഫൈ ചെയ്ത് സമ്മറൈസ് ചെയ്ത് നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു എൻറ്റയർ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്നതാണ് ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. സോ ഇത് കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്. ഫസ്റ്റ്, കാൽക്കുലേറ്റിംഗ് ദ പ്രോഫിറ്റ് ഓഫ് എ പ്രൊജക്റ്റ്. ഒരു പ്രൊജക്റ്റിൻ്റെ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണോ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ്? ഇല്ല, നമ്മളവിടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുകയാണ്. അവിടെയും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ബിസിനസ്സിൻ്റെ ഓൾ പ്രോഫിറ്റ് ആണ്, അല്ലാതെ ഒരു പ്രൊജക്റ്റിൻ്റെ പ്രോഫിറ്റ് ഒന്നുമല്ല. ദെൻ നെക്സ്റ്റ്, റെക്കോർഡിംഗ് ഓഫ് ഓൾ ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ. ബിസിനസ്സിലെ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത് എന്താണ്? നമ്മുടെ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിൻ്റെ പാർട്ടാണ്. ദെൻ സമ്മറൈസിങ് ഓഫ് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആൻഡ് പൊസിഷൻ. നമ്മൾ റെക്കോർഡ് ചെയ്തു, ദെൻ നമ്മൾ ഇതിനെ എന്ത് ചെയ്യും, ക്ലാസിഫൈ ചെയ്യും, സമ്മറൈസ് ചെയ്ത് ട്രാൻസാക്ഷൻസ് സമ്മറൈസ് ചെയ്ത് ഫൈനാൻഷ്യൽ പൊസിഷനും ഫൈനാൻഷ്യൽ പെർഫോമൻസ് ഒക്കെ നമ്മൾ ഷോ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. ദെൻ പ്രസൻറ്റിംഗ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ് ഒന്നും നമ്മൾ കാണിക്കുന്നില്ല, ഓൾറെഡി കഴിഞ്ഞതാണ് കാണിക്കുന്നത്. അപ്പോൾ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിനെ കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്യുന്ന രണ്ട് ഓപ്ഷൻസ് ഏതൊക്കെയായിരിക്കും? ഫസ്റ്റ്, ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതും ദെൻ അതിനെ സമ്മറൈസ് ചെയ്ത് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നതും. ബി ആൻഡ് സി ആയിരിക്കും. 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. സോ ബി ആൻഡ് സി ആണെന്ത് കറക്റ്റ് ആൻസർ വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഇതാണ്.
A business is preparing financial statement at the end of an accounting period. For each item, select in which financial statement you would be able to find the information. അപ്പോൾ ഒരു ബിസിനസ് അതിൻ്റെ അക്കൗണ്ടിങ് പീരീഡ് എൻഡ് ചെയ്തപ്പോൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യാണ്. അപ്പോൾ കുറച്ച് ഐറ്റംസ് തന്നിട്ടുണ്ട്. ഇത് ഏത് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലാണ് നമുക്ക് കാണാനായിട്ട് പറ്റുക? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷനിലാണോ, പ്രോഫിറ്റ് ഓർ ലോസിലാണോ, ക്യാഷ് ഫ്ലോസിലാണോ? ഫസ്റ്റ്, ദ എമൗണ്ട് ഓഫ് മണി ഓഫ് ടു ദ ഓണർ ഓഫ് ദ ബിസിനസ്. ബിസിനസ്സിൻ്റെ ഓണർക്ക് കൊടുക്കാനുള്ള ആ ഒരു എമൗണ്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഏത് സ്റ്റേറ്റ്മെൻറ്റിലായിരിക്കും? ഏത് സ്റ്റേറ്റ്മെൻറ്റിലായിരിക്കും ഓണർക്ക് കൊടുക്കാനുള്ള എമൗണ്ട് അല്ലെങ്കിൽ ആ ഒരു ക്യാപിറ്റൽ കാണുന്നത് ഏതിലായിരിക്കും? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ആണോ, ക്യാഷ് ഫ്ലോ ആണോ? അല്ല, എവിടെയാണ്? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷനിലാണ്. ദെൻ ഡെപ്റ്റ്സ് ഓഫ് ദി ബിസിനസ്. ബിസിനസ്സിൻ്റെ കടങ്ങൾ, ബാധ്യതകൾ കാണാൻ പറ്റുന്ന സ്റ്റേറ്റ്മെൻറ്റും ഏത് തന്നെയാണ്? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷൻ തന്നെയാണ് വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് the amount of overhead expense required to run the business for 12 months. ഈ ഒരു 12 monthsൽ ബിസിനസ്സിന് റൺ ചെയ്യാനായിട്ട് എത്രമാത്രം എക്സ്പെൻസസ്, ഓവർഹെഡ് എക്സ്പെൻസസ് വന്നു? ഈ എക്സ്പെൻസസ് കാണിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ആണ് വരുന്നത്. ദെൻ നെക്സ്റ്റ്, എമൗണ്ട് ഓഫ് ക്യാഷ് പെയ്ഡ് ഫോർ നോൺ കറൻറ്റ് അസെറ്റ്. നോൺ കറൻറ്റ് അസറ്റിൻ്റെ വാല്യൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷനിലായിരിക്കും. പക്ഷേ ക്യാഷ് പേയ്മെൻറ്റ് എത്ര പേ ചെയ്തു എന്ന് കറക്റ്റായിട്ട് അറിയണമെങ്കിൽ എവിടെ നോക്കണം? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നോക്കണം. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ഫ്ലോസിലാണ് നമുക്ക് ഓരോ ക്യാഷ് പേയ്മെൻറ്റ്സും ക്യാഷ് റിസീപ്റ്റും കറക്റ്റായിട്ട് കാണിക്കുന്നത്. സോ നമുക്ക് ഈ ഒരു ഓണർ കോൺട്രിബ്യൂട്ട് ചെയ്ത് അല്ലെങ്കിൽ ഓണർക്ക് കൊടുക്കാനുള്ള എമൗണ്ട് എവിടെ കാണിക്കും? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷനിലായിരിക്കും. ഡെബ്റ്റ്സ് അല്ലെങ്കിൽ ലയബിലിറ്റി വരുന്നതും ഫൈനാൻഷ്യൽ പൊസിഷൻ്റെ സ്റ്റേറ്റ്മെൻറ്റിലാണ്. എക്സ്പെൻസ് ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ആണ്. അതുപോലെ തന്നെ ക്യാഷ് പെയ്ഡ് ഫോർ നോൺ കറൻറ്റ് അസറ്റ് ഏതായിരിക്കും? നമ്മുടെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലായിരിക്കും. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഇതാണ്. Which two of the following items would be included in an equity section of the statement of financial position? നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷനിലെ ഇക്വിറ്റി സെക്ഷനിൽ അല്ലെങ്കിൽ ഇക്വിറ്റിയിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഐറ്റംസ് ഏതൊക്കെയാണ്? ഇൻവെൻട്രി ഇക്വിറ്റിയുടെ പാർട്ടാണോ? അല്ല. ഷെയർ ക്യാപിറ്റൽ, യെസ്, ഇക്വിറ്റിയിൽ വരുന്നതാണ്. ബാങ്ക് ലോൺ ഇക്വിറ്റിയിൽ വരില്ല. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് വരില്ല. ഷെയർ പ്രീമിയം എന്തിൽ വരുന്നുണ്ട്? ഇക്വിറ്റിയിൽ വരുന്നതാണ്. ബാങ്ക് ആൻഡ് ക്യാഷും ഇക്വിറ്റിയിൽ വരത്തില്ല. സോ ഇക്വിറ്റി ആയിട്ട് കണക്റ്റഡ് ആയിട്ട് നമുക്ക് വരുന്നത് എന്താണ്? ഷെയർ ക്യാപിറ്റൽ, അതായത് ഷെയർസ് ഇഷ്യൂ ചെയ്ത് റേസ് ചെയ്തിട്ടുള്ള ഫണ്ട്. അതുപോലെ ഷെയർ പ്രീമിയം, നമ്മൾ ഫേസ് വാല്യൂയിലും കൂടുതൽ എക്സ്ട്രാ എമൗണ്ട് ഷെയർസ് സെല് ചെയ്യുന്ന ടൈമിൽ കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും എവിടെ വരും? ഇക്വിറ്റിയുടെ അണ്ടറിലായിരിക്കും നമുക്ക് വരുന്നത്. സോ ഓപ്ഷൻ ബി ആൻഡ് ഇ ആണെന്ത് കറക്റ്റ് ആൻസർ വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഇതാണ്. ഫോർ ഈച്ച് സ്റ്റേറ്റ്മെന്റ് സെലക്ട് വെദർ ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു എ ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി ഓർ ടു എ സോൾ ട്രേഡർ ഓർ പാർട്ട്ണർഷിപ്പ്. നമുക്ക് കുറച്ച് സെൻറ്റൻസസ് തന്നിട്ടുണ്ട്. ഇതൊരു സോൾ ട്രേഡർ ബിസിനസ്സിനാണോ, പാർട്ട്ണർഷിപ്പിനാണോ, അതെയോ കമ്പനിക്കാണോ ആപ്ലിക്കബിൾ എന്നാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ്, ഓണേഴ്സ് ടേക്ക് ഡ്രോവിങ്സ് ഫ്രം ദ ബിസിനസ്. ഓണേഴ്സിന് ആ ഒരു ബിസിനസ്സിൽ നിന്ന് ഡ്രോവിങ്സ് ആയിട്ട് ക്യാഷ് വിഡ്രോ ചെയ്യും അല്ലെങ്കിൽ ഗുഡ്സ് എടുക്കാം. ഡ്രോവിങ്സ് നടത്താൻ പറ്റുന്ന ഏതൊക്കെ കേസിലാണ്? സോൾ ട്രേഡറുടെ കേസിലും പാർട്ട്ണർഷിപ്പിൻ്റെ കേസിലും എന്ത് ആപ്ലിക്കബിൾ ആണ്? ഡ്രോവിങ്സ് എന്ന കോൺസെപ്റ്റ് ആപ്ലിക്കബിൾ ആണ്. പക്ഷേ എവിടെ നടക്കില്ല? കമ്പനി കേസിൽ നടക്കില്ല. ബിസിനസ് ഹാസ് എ സെപ്പറേറ്റ് ലീഗൽ ഐഡൻറ്റിറ്റി. ബിസിനസ്സിന് ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി സ്റ്റാറ്റസ് വരുന്നത് ഏതൊരു കേസിലാണ്? നമ്മുടെ കമ്പനി ഫോം ഓഫ് ബിസിനസ്സിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ LLPൻ്റെ കേസിൽ, LLCയുടെ കേസിൽ, ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനിയുടെ കേസിലാണ് നമുക്ക് എന്ത് വരുന്നത്? ഈ ഒരു സെപ്പറേറ്റ് ലീഗൽ ഐഡൻറ്റിറ്റി വരുന്നത്. ദെൻ നെക്സ്റ്റ്, ഓണേഴ്സ് ഓഫ് ദ ബിസിനസ് ക്യാൻ ബി സെപ്പറേറ്റ് ഫ്രം ദോസ് റണ്ണിങ് ദ ബിസിനസ്. ഓണേഴ്സും ആ ഒരു ബിസിനസ് റൺ ചെയ്യുന്ന ആൾക്കാരും ഡിഫറെൻ്റ് ആയിരിക്കും. ഏതാണ്? നമ്മുടെ കമ്പനിയുടെ കേസിൽ കമ്പനി ഓണേഴ്സിനെ നമ്മൾ വിളിക്കുന്നത് ആരാണ്? ഷെയർ ഹോൾഡേഴ്സ് എന്നാണ്. ഇനി കമ്പനി റൺ ചെയ്യുന്നതും ഓപ്പറേഷൻസ് മാനേജ് ചെയ്യുന്നതും ആരായിരിക്കും? അത് ഡയറക്ടേഴ്സ് ആയിരിക്കും. സോ ഓണേഴ്സും ബിസിനസ് റൺ ചെയ്യുന്ന ആൾക്കാരും മേ ബി ഡിഫറെൻ്റ് ആകുന്നത് ഏതൊരു കേസിലാണ്? കമ്പനിയുടെ കേസിലായിരിക്കും. ദെൻ ഓണർഷിപ്പ് ക്യാൻ ഈസിലി ബി ട്രാൻസ്ഫേർഡ് ഇൻ പാർട്ട് ഓർ ഇൻ ഫുൾ. നമുക്ക് ഓണർഷിപ്പ് പാർട്ടായിട്ട്, കുറച്ച് ഭാഗമായിട്ട് അല്ലെങ്കിൽ ഫുള്ളായിട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഏതിലായിരിക്കും? അതും കമ്പനിയുടെ കേസിലാണ്. കാരണം നമുക്ക് ഷെയർസ് ആണ് അവിടെ ഓണർഷിപ്പ്. നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. സോ ഫസ്റ്റ് മാത്രം നമുക്ക് സോൾ ട്രേഡർ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പാണ്. ബാക്കിയെല്ലാം എന്താണ്? ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനിയാണ് ആൻസേഴ്സ് വരുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റഡി ഹബിലെ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പകുതിയോളം ക്വസ്റ്റ്യൻസ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. ബാലൻസ് ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.